ഏകദേശം ഒരു ഡിസ്റ്റോപ്പിയൻ ആക്ഷൻ ത്രില്ലർ എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് 2025 പുറത്തിറങ്ങിയിട്ടുള്ള റണ്ണിങ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഈ സിനിമ അതിൻ്റെ ഒരു ആദ്യ പതിപ്പ് 1987 ഇറങ്ങിയിട്ടുണ്ട്. അതിലെ നായകനായിട്ട് വന്നിട്ടുള്ളത് അർണോൾഡ് ഷ്വാർസ്നെഗറാണ്. 2025 പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എഡ്ഗർ റൈറ്റ് ആണ്. ഈ രണ്ട് സിനിമകളും സ്റ്റീഫൻ കിങ്ങിന്റെ നോവലിനെ ആധാരമാക്കിയിട്ട് തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നോവലായിട്ടുള്ള റണ്ണിങ് മാൻ എന്ന് പറഞ്ഞുള്ള നോവലാണ് ഈ ഒരു സിനിമയ്ക്ക് ആധാരം. കുറച്ചും കൂടി കൂടുതൽ പറയുകയാണെങ്കിൽ ആ ഒരു നോവലിനോട് കൂടുതൽ നീതി പുലർത്തിയിട്ടാണ് 2025 സിനിമയായിട്ടുള്ള റണ്ണിങ് മാൻ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഭാവിയിൽ ഇങ്ങനെ ഒരു ലോകത്തെ കുറിച്ചിട്ട് സങ്കല്പിച്ചു നോക്കുക. അതായത് എല്ലാം നിയന്ത്രിക്കുന്നത് മാധ്യമങ്ങളാണ് എന്ന് വിചാരിക്കുക. മനുഷ്യന്റെ ജീവന് ഒരു റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട ഒരു വില മാത്രമാണ് ഉള്ളതെങ്കിലോ, അതുമല്ലെങ്കിൽ മനുഷ്യൻ തന്നെ മാത്രം ഒരു കണ്ടന്റായിട്ട് നിലനിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ അത്തരത്തിലുള്ള ലോകത്ത് നടക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് റണ്ണിങ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഒരു രാജ്യത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ക്രൂരമായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ. ഭാവിയിൽ അമേരിക്കയിൽ ഉണ്ടാകാൻ ഇടയാകുന്ന ദാരിദ്ര്യത്തിൽ നിന്നും നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമ ശൃംഖല അവരുടെ ആ ഒരു ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഗെയിം റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുന്നു. ഇതിൽ വിജയിച്ചാൽ അളവറ്റ സമ്പത്തിന് അർഹനാവും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 30 ദിവസം ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഓടിക്കൊണ്ടേയിരിക്കണം. അവിടെയും പിന്നെയും പ്രശ്നം വരുന്നത് ഈ 30 ദിവസവും നിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് വേട്ടക്കാർ പിന്തുടരും, കൊല്ലും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇവരെയൊക്കെ സർവൈവ് ചെയ്തിട്ട് ഈ ഒരു ഗെയിം വിജയിച്ചാൽ അളവറ്റ സമ്പത്തിന് അർഹനാകും. അങ്ങനെ ഇത്തരമൊരു ഗെയിമിലേക്ക് തൻ്റെ മകളുടെ ചികിത്സാ ചെലവിനും അല്ലെങ്കിൽ കുടുംബത്തെ രക്ഷിക്കാനും വേണ്ടിയിട്ട് ബെൻ റിച്ചാർഡ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അത് ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് ഗ്ലെൻ പവലാണ്. അപ്പോൾ അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. അപ്പം ഈ ഒരു ഗെയിമിന്റെ പ്രൊഡ്യൂസർ നൽകിയിട്ടുള്ള ഉറപ്പും വാഗ്ദാനങ്ങളും ഒക്കെ ചതിയാണെന്ന് പിന്നീട് മനസ്സിലാക്കിയ അദ്ദേഹം സ്വയംരക്ഷയ്ക്കായിട്ട് നടത്തുന്ന ആ ഒരു 30 ദിവസത്തെ പോരാട്ടം തന്നെയാണ് റണ്ണിങ് മാൻ എന്ന് പറഞ്ഞ സിനിമ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിക്കും ഇതിലെ നായകഥാപാത്രമായിട്ടുള്ള ബെൻ റിച്ചാർഡ്സിന് എന്തൊക്കെ നേരിടേണ്ടി വരും? അതായത് ആയുധധാരികളായിട്ടുള്ള ആ ഒരു വേട്ടക്കാരെ മാത്രമല്ല, മറിച്ച് സാധാരണക്കാരെയും ഇദ്ദേഹം നേരിടേണ്ടി വരുന്നത്. കാരണം സമ്മാനത്തിനായിട്ട് മോഹിക്കുന്നവരാണ് അവരും. അതേപോലെ തന്നെ തൻ്റെ മേലെ വരുന്നിട്ടുള്ള ഈ നെറ്റ്വർക്കിന്റെ ക്യാമറ കണ്ണുകളെയും അദ്ദേഹത്തിന് ഒഴിവാക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള അതിജീവനം ആണ് ഈ സിനിമയിൽ പങ്കുവെക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്ലോട്ട് ആണെങ്കിൽ പോലും ആക്ഷൻ രംഗങ്ങളൊക്കെ മികവാർന്നാണ് പറയാമെങ്കിലും ഒരു അഡ്രിനാലിൻ റഷ് വരുന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തെടുത്തില്ല എന്നുള്ളത് തോന്നിപ്പോകുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ, അതായത് മീഡിയ എങ്ങനെ നിയന്ത്രിക്കുന്നു, അതേപോലെ തന്നെ ഭാവി കാലത്ത് ഡീപ് ഫേക്കുകൾ എങ്ങനെ സ്വാധീനിക്കുന്നു, വിനോദത്തിന്റെ പേരിൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എങ്ങനെ ന്യായീകരിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസ്റ്റോപ്പിയൻ ആക്ഷൻ ത്രില്ലർ തന്നെയാണ് റണ്ണിങ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ഈ സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവയ്ക്കൂ.